ഗുഡ് മോർണിംഗ് കൊടൈക്കനാൽ. നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീറ്റിട്ടുള്ളൊരു വൈബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ചെറിയ വെയിലൊക്കെ അങ്ങ് അടിക്കുന്നുണ്ടെങ്കിലും ഈ തണുപ്പുകൊണ്ട് എന്ത് വെയിൽ, ആകെ കൂടി വെളിച്ചം മാത്രമാണ് അതുകൊണ്ടൊരു ഉപകാരമുള്ളത്. അല്ലാണ്ട് ഒരു ചൂട് പോയിട്ട് ഒരു കുന്തമില്ല, അത്രയും തണുപ്പാണ് കേട്ടോ. പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യോ കാലപ്പുറത്തേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇത് മോള് ഭയങ്കര തണുത്തിട്ട് അവൾക്ക് എണീക്കാനൊന്നും പറ്റാണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ കുളിപ്പിച്ച് വന്നിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര തണുപ്പാണ്. കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഇത് നമ്മൾ റെഡിയായി സെറ്റായിട്ട് എങ്ങനെയൊക്കെയാണ് കുളിച്ചത് പറയണ്ട അതൊന്നും. അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ഇവരുടെ വകന്നെ. അപ്പോൾ ഇത് ഞാൻ അപ്പോഴാണ് മേലെ കയറിയപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും വലിയൊരു ലോകമാണെന്നുള്ളത്. എന്തോരോ റൂംസാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ബുഫേ സിസ്റ്റമാണ്. നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, മറ്റേ ഭട്ടൂര, അതേപോലത്തെ കുറേ ഐറ്റംസും നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ വേറെ എന്തൊക്കെയോ കുറേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അവിടുന്ന്. ഇപ്പോൾ ഇതാ ലൈവായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗീ റോസ്റ്റ് കേട്ടോ, നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവരുടെ നാട്ടിലെ ദോശ, സാമ്പാർ, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ എന്നും ദോശയും സാമ്പാറും തന്നെ ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ തോന്നിയ. അപ്പോൾ ഇക്ക പറയുണ്ടായി വേറെ എന്തെങ്കിലും കഴിച്ച് ഇന്ന് ഇഡ്ഡലി തന്നെ അല്ലേന്ന്. പക്ഷെ ഇവിടുത്തെ സാമ്പാർ നമ്മൾ വയ്ക്കുന്ന സാമ്പാറൊന്നുമല്ലല്ലോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഇക്കാനെ കൊണ്ട്, എന്നും ഞാനല്ല ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇന്ന് ഇക്കാനെ കൊണ്ട് എനിക്കൊരു ചായ ഇടിച്ചു. അതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതാ ബ്രെഡ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നമുക്ക് വീറ്റ് ബ്രെഡും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ചായ നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കണം. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ റൂമിൽ വെക്കുന്ന ആ ഒരു ചായയും ചായപ്പൊടിയൊന്നും അല്ല കേട്ടോ. കാര്യം ഇതിത്തെ പാലുപൊടി തിളപ്പിച്ച് വെക്കുന്നതാണ്, നമ്മൾ അതിൽ നിന്ന് എടുത്ത് മിക്സ് ചെയ്യുന്ന. മറ്റേ പാൽപ്പൊടി ആയ കാരണം എത്ര ഇട്ടാലും ഒരുമാതിരി കടലിൽ കായം കളിക്കുക പോലെ ഈ പച്ചവെള്ളം പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാം സെറ്റായി നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 9 മണി 10 മണിയുടെ ഉള്ളിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വേഗം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ പോകാനുണ്ട്. ഇത് സ്ഥലങ്ങളെല്ലാം കണ്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ചെയ്യണേ. അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകും. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ. മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ട്രിപ്പാണ്. ദെൻ നമ്മളിതാ ഞാൻ പോകുന്ന വഴിക്ക് ഈ ഏരിയ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയായി ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് മോൾക്ക് തീരെ താല്പര്യമില്ല. മോൾക്ക് എന്നല്ല, വേറെയും കുട്ടീസൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇവിടെ നിന്നാൽ പോരെ, ഒരു മാസം കഴിഞ്ഞ് പോയാൽ പോരെ, ഇതൊക്കെയാണ് പറയുന്നത്. കാര്യം സ്കൂളൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് കറങ്ങിയടിച്ച് നടക്കല്ലേ, അതിൻ്റെ ഒരു സന്തോഷം അവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളും മിസ് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും നല്ലൊരു സർവീസും നല്ലൊരു റൂമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം അവൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു ഹാപ്പിനെസ് കേട്ടോ. അപ്പോൾ അവരിത് കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കയറി കേട്ടോ പോയിട്ട്. അപ്പം ചെക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് അവർ നമ്മുടെ റൂം വന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് റൂം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇതൊരു സൂയിസൈഡ് പോയിൻ്റാണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 10:30-11 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സമയത്ത് ഫുൾ കോട ഇറങ്ങിയിട്ട് നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് വല്ലാണ്ടൊന്നും കാണാനില്ല. പക്ഷെ എന്നാലും ചാടിക്കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് മാത്രം അവിടെ. അപ്പോൾ ഇതാ പോകുന്ന സമയത്ത് ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയത്. അപ്പോൾ അവർ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് 2-4 ട്രൈ ഔട്ട് ചെയ്തു. തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ അങ്ങനെ. കാര്യം എന്ന് വെച്ചാൽ
ഇത് അവിടുന്ന് ഒത്തിരി കുറച്ച് അങ്ങ് നടക്കാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയെങ്കിലും മേടിപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സൂയിസൈഡ് പോയിന്റ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അപ്പുറമാണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് കടക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അത്രയും ഹൈറ്റിൽ അവർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുറേ കുരങ്ങന്മാരുണ്ട്. പക്ഷെ ഒരു നായ ഉണ്ട് അവിടെ. ആ നായ ഈ പറയുന്ന പോലെ ആളുകളുടെ അടുത്ത് കുരങ്ങൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ട്രെയിനിങ് ആണെന്ന് എനിക്കറിയില്ല. അത് അവിടെ ഉള്ളതാണെന്നാണ് അവർ പറയുന്നത്. ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കുരങ്ങന്മാർ വന്നിരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് കുറച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കുരങ്ങന്മാർ അവിടെ നിന്ന് പോവും. അങ്ങനെയാണ് കേട്ടോ. അത് എവിടെ വന്നിരുന്നാലും അങ്ങോട്ടൊക്കെ ഓടിപ്പോയിട്ട് അവരൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നായ. നമുക്ക് പ്രത്യേകിച്ച് ഉപദ്രവമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കസിൻസിനും അവരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫാൻസിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയത്. അപ്പോൾ മോൾക്ക് മോതിരം വേണം പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്ത് പരിപാടി എന്നറിയോ, ഇവരുടെ ഇടയിൽ ഓരോന്ന് സാധനങ്ങൾ ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ഇതാ എടുത്തുണ്ട് കേട്ടാന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ അടുത്ത് ചോദിക്കുക ഇത് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എടുക്കുക, കൈ പിടിക്കുക, ഇത് വേണം, അതന്നെ അങ്ങനെ. അപ്പോൾ അവൾക്ക് മോതിരം പിന്നെന്തോ അവളെന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു. കാരണം വല്ലാണ്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാനും ഇതേപോലെ ഒരു സാരിയിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ലോങ് ചെയിനും പിന്നെ ഒരു ഇയറിങ്സും റിങ്ങും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിസ്കൗണ്ട് തന്നോ ഒന്നും പറയുന്നു. തന്നെ ഇതിൽ 2 കളറല്ല. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗുണാക്കേവിലേക്കാണ് കേട്ടോ. അതിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ മഞ്ഞുമൽ പോലീസത്തെ ഗുണാക്കേവിലാണ്. അപ്പോൾ അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറച്ചങ്ങ് നടന്ന് കയറണം മുകളിലേക്ക്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടിരിക്കുക, ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കുറേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുണ കേവ്. എനിക്ക് ഇത് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവർ ആ ഒരു കയറിപ്പോയ സ്ഥലവും പിന്നെ അവിടെ ചാടുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫുൾ അവർ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റപ്പാക്കി വെച്ചേക്കാണ്. ഇതിലൊന്നും കാണില്ലത് നമ്മൾ നടന്നു പോകുന്ന വഴിയാട്ടോ. പക്ഷെ ഒന്നും കാണാനില്ല, ഫുൾ മഞ്ഞുമൂടി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടാണുള്ള കോമഡി, നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പോയതാണ് കേട്ടോ. കുഞ്ഞു മക്കളെ ഈ കുതിരപ്പുറത്ത് കയറുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെ നല്ല കേട്ടോ. ആ കുതിരനെ അടുത്തുനിന്ന് അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാ കൺട്രോളും കഴിഞ്ഞു പോയി. ഫസ്റ്റ് ഞാനാ പറഞ്ഞത് എനിക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന്. പക്ഷേ അത് കേട്ടിട്ട് ബാക്കി എല്ലാവരും ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് അവരെല്ലാം കയറി, ഞാൻ മാത്രം പേടിച്ചിട്ട് അവിടെ. സജിനെ പേടിച്ച് പിന്മാറി രണ്ടാമത് ഇതാ കയറുന്നു. ഗൈസ് എല്ലാവരും മുന്തിത്തള്ളി ഇതാ കയറുന്നു. 1 2 3 ആ കയറി. അതാ സെരിഞ്ഞിട്ടാ പോണാള്. മനസ്സിലായ പിന്നാലെ വയ്ക്കോ. എൻ്റെ തല കൊണ്ടിട്ട് പോയി. എൻ്റെ വരവ് കണ്ടറിയാം ഞാൻ എത്രത്തോളം പേടിച്ചിട്ടായിരിക്കണേന്നുള്ള കേട്ടോ. എല്ലാവരും കൂടി കയറ്റി അതിൻ്റെ മേലെ ഇരുത്തിയിട്ടാണ് ഞാനിപ്പോൾ പോയി വന്നത്. എനിക്ക് ഓൾറെഡി കാലിന് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതും വെച്ചിട്ട് കയറാൻ പറ്റുമോ അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഏകദേശം 3:30-4 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സെയിം അന്ന് കഴിച്ച ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്, റെസ്റ്റോറൻറ്റിൽ. അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ബിരിയാണിയാണ്, ചിലവർ ഗീ റൈസ് അങ്ങനത്തെ കുറേയൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ബിരിയാണി കഴിച്ചാൽ പിന്നെ നമ്മൾ ബിരിയാണി തന്നെ കഴിക്കുള്ളൂ. അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളൊരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള 2-3 വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഇതാ ഒരു ഗാർഡനിലുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണുന്നത് ഏകദേശം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. ഏകദേശം നമ്മളവിടെ എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 വരെ തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഒരു ടൈം. നമ്മൾക്കൊരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുട്ടികളായിട്ട് കുറച്ചുകൂടി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിനും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കൂടുതലുള്ളവർക്കുമുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഡിസ്കൗണ്ട് എന്നിട്ടാണ് എത്ര 500 ബാഗ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വിടുന്നത് കേട്ടോ. ഇനി വേറെ തട്ടലും മുട്ടലൊന്നുമില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ പാലക്കാട് എത്തിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മുടെ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര മണിക്കാണ് പുറപ്പെട്ടതെന്ന് എനിക്ക് വല്ല ഐഡിയ ഇല്ല. രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള അടിപൊളി ട്രിപ്പായിരുന്നു. വരുന്ന വഴിക്ക് ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം.